നല്ല ഭംഗിയുണ്ട്. സമ്മർ സെയിൽ നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ഓഫർ പ്രൈസ്, ഭയങ്കര കുറഞ്ഞ പ്രൈസിനാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഓടി വന്ന് വാങ്ങിച്ച ഏലങ്ക ഉള്ളവര്. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അപ്പൊ നമ്മൾ ഇന്ന് സൺഡേ ആയിട്ട് വെറുതെ ഒരു കറക്കം കേട്ടോ. ഈ മന്തിലെ ലാസ്റ്റ് ഷോപ്പിങ്ങിനാണ് കേട്ടോ പോകുന്നത്. എനിക്കറിയാം ഈ ഡ്രസ്സിനൊട്ട് സ്യൂട്ടല്ല ഈ ഹെയർ സ്റ്റൈലിനൊക്കെ, പക്ഷെ ചൂട് സഹിക്കാൻ വയ്യ. നാട്ടിലെങ്ങനെ നല്ല ചൂടല്ല, ഇതുവരെ ഇങ്ങനെ ഒരു ചൂടുണ്ടായിട്ടില്ല കേട്ടോ, ഭയങ്കര ചൂട്. അപ്പൊ ഞാൻ വിചാരിച്ചു കോട്ടൺ കുറച്ച് എന്തെങ്കിലും നല്ല ഡ്രസ്സ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ. പിന്നെ കുർത്തി എന്തെങ്കിലും ഉണ്ടെങ്കിലും എനിക്കൊന്ന് നോക്കണം. അപ്പൊ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഷോപ്പിംഗ്. ടീഷർട്ടിലൊന്നും പ്യുവർ കോട്ടൺ വരുന്നില്ല കേട്ടോ. ഞാൻ പ്യുവർ കോട്ടൺ ഉണ്ടോന്ന് ചോദിക്കായിരുന്നു. ടീഷർട്ടിൽ എന്തായാലും ഇല്ല. പിന്നെ ഉള്ളത് ഫ്രോക്സിൽ ഒരുപാടുണ്ട് കേട്ടോ പ്യുവർ കോട്ടൺ. പക്ഷെ ഇതൊന്നും അങ്ങനെ ഇങ്ങനത്തെ ഫ്രോക്സ് എനിക്ക് ഇഷ്ടമില്ല തീരെ. എന്താണെന്നറിയില്ല, കോട്ടൺ വരുമ്പം ഫ്രോക്സിന് ഒരു ഭംഗി കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും അല്ലേ. അപ്പം ടീഷർട്ട് തന്നെ നോക്കാം. ഇത് പാർട്ടി വെയർ ഇതൊന്നും നോക്കുന്നില്ല. എൻ്റെ ദൈവം എന്തൊരു ചൂടാന്നറിയാം ഇവിടെ. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെയൊക്കെ കുറച്ച് ഡ്രസ്സും കൂടെ ഇട്ടിട്ട് ഇറങ്ങിയ പിന്നെ പറയണ്ട. ഏജ് കാണിക്കുന്നില്ല കേട്ടോ ഒന്നും, എല്ലാം സൈസാണ്. എനിക്കതാ കാണിക്കുന്നത്. 24 ഉണ്ടാവും. 26 വരെയുള്ളൂ. കുഞ്ഞുങ്ങളെ ഡ്രസ്സിൻ്റെ സൈസ് വരുമ്പോൾ ഞങ്ങൾക്കൊരു കൺഫ്യൂഷനാട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും തർക്കത്തിലാണ്. പുള്ളി പറയുന്നുണ്ട് 24 ആണ്, എനിക്ക് തോന്നുന്നത് 24 ആവില്ല, 26 എങ്കിലും വേണമെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഏതാണ് കറക്റ്റ് നോക്കാം. ഈ ആഷ് കളർ മാച്ചാണോ? ഡാർക്ക് കളറൊക്കെ മാച്ചാണോ? യെല്ലോക്കോ? യെല്ലോ ഡാർക്ക് ആഷ് മാച്ച് അല്ല, ബ്ലാക്ക് ഉണ്ടല്ലോ അവിടെ. ബ്ലാക്ക് ഉള്ള കയ്യിലുണ്ട്. ഇങ്ങനെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും കളർ വേണമെന്ന് വിചാരിച്ചു. ഈ പർപ്പിൾ കളർ പാന്റ് ഇല്ലല്ലോ. അതില്ല, ഇതിന് അല്ലേ? അതിന് ഓൾറെഡി ഇല്ലേ ബ്ലാക്ക്? അത് ചെറുതാ. ಚಿಕ್ಕವಳು 6-7 ಒಳಗಡೆ ಹಾಕ್ತಾರೆ. ಸೇಮ್ ಕಲರು 11 ಇಯರ್ಸ್. ചെറുതാണോ സൈസ്? വലുത് വേണ്ടി വരും കേട്ടോ. ഞാൻ പറഞ്ഞ സൈസ് തന്നെ ആയിരുന്നു കേട്ടോ കറക്റ്റ്. അപ്പോൾ അവരുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി എനിക്കുള്ളതാണ്. ഞാൻ എന്തെങ്കിലും കോട്ടൺ കുർത്തി അങ്ങനെ എന്തെങ്കിലും സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. എനിക്കധികം പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഇവിടുത്തെ ഓഫേഴ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പിന്നെ എൻ്റെ തേരോട്ടമായിരുന്നു കേട്ടോ. പോളിസ്റ്റർ ആണ്, പക്ഷെ പ്യുവർ കോട്ടൺ പോലെ ഉണ്ട്. സ്മൂത്ത് ആಗುತ್ತೆ കോട്ടൺ. ക്രോപ്പ് ടോപ്സ് ഇല്ലേ, അങ്ങനത്തെ കുറേ വരുന്നുണ്ട്. എനിക്കുള്ള കുറച്ച് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ബോർഡ് കാണുന്നത്. ജസ്റ്റ് 149 ഉള്ളൂ കേട്ടോ ഇതുപോലുള്ള കുർത്തി സെറ്റിന്, ലേഡീസ് ടോപ്പിനൊക്കെ. ബാംഗ്ലൂർ ഇത് അത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ചിക്പേട്ട്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, പിന്നെ KR മാർക്കറ്റ് ഉണ്ട്, മജസ്റ്റിക് മാർക്കറ്റ്, KR മാർക്കറ്റ്, പിന്നെ ദുബായ് പ്ലാസ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഞാനിതിൽ പോയിട്ടുള്ളത് ചിക്പേട്ട് മാത്രമാണ്. അത് ഒരിക്കൽ മാത്രമേ പോയിട്ടുള്ളൂ. ഇവിടുന്ന് ഒരുപാട് ദൂരമാണ്. പിന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 2 വീലർ അല്ലാന്നുണ്ടെങ്കിൽ ബസ് മാത്രം ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ 2 വീലറിലൊക്കെ ഇവിടുന്ന് അത്രയും ദൂരമൊക്കെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ടുണ്ടെങ്കിൽ പക്ഷെ വേർത്താണ് കേട്ടോ. അത് ക്ലോത്ത്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ പ്രോഡക്റ്റ്സും അവിടെ കിട്ടും. എപ്പോഴെങ്കിലും ഒരിക്കൽ ചിക്പേട്ട് സ്ട്രീറ്റ് മാർക്കറ്റ് ഷോപ്പിംഗ് കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ അറിയില്ല, ഞാൻ മാക്സിമം ശ്രമിക്കാം. കളർ ഭയങ്കര ഡള്ള് പോലെ ഉണ്ട്. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ബോട്ടം സെറ്റ് ಇದೆಯಾ? ಅದಕ್ಕೆ ಈ ತರ ಆಫರ್ ಇದೆಯಾ? ಇಲ್ಲ, ಓನ್ಲಿ ಟಾಪ್. 149.
ಫುಲ್ ಡೇ ಬೇಕು ನೋಡ್ಕೊಂಡು. ಚೆನ್ನಾಗಿದಲ್ವಾ? ನನಗೆ ವೇರ್ ಮಾಡಲ್ಲ, ಟ್ರಯಲ್ ರೂಮ್ ಯೂಸ್ ಮಾಡೋಕ್ಕೆ ಸ್ವಲ್ಪ ಭಯ. ഇത് കണ്ടോ, ജസ്റ്റ് 99 റുപ്പീസേ ഉള്ളൂ. എനിക്കുള്ള ക്ലോത്ത്സൊക്കെ ഒരുവിധം ഞാൻ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഇത് കണ്ടത്. 99 റുപ്പീസിന് ടോപ്സ്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ അവിടുന്ന് എത്ര ഡ്രസ്സാണ് പർച്ചേസ് ചെയ്തതെന്ന് എനിക്ക് പോലും അറിയില്ല. വാഷ് ಮಾಡಿದ್ರೆ ಬೇಗ ಕೆಟ್ಟೋಗುತ್ತಾ? ഇത്രയും കുറഞ്ഞ പ്രൈസ് കണ്ടപ്പോൾ എനിക്കൊരു പേടി, ഇതെങ്ങാനും പെട്ടെന്ന് കേടായി പോവോ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ. ഞാനത് അവരോട് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഹാൻഡ് വാഷ് ചെയ്താൽ മതി. മെഷീൻ വാഷ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുമെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. ಫಿಟ್ ಆಗುತ್ತೆ, ಆಲ್ಮೋಸ್ಟ್ ಮನೆಗೆ ಹಾಕೊಳ್ಳೋದೇ ಇದೆ. ಔಟ್ಸೈಡ್ ಹಾಕೋಕ್ಕೇನು ಆಗಲ್ಲ. ഇത് കോൾ സ്ലീവ്സ് ടൈപ്പാണ് കേട്ടോ. ഇതൊക്കെ ഭംഗിയില്ലേ? നല്ല ഡിസൈൻ. ഇത്രയും ഡാർക്ക് കളർ ടോപ്സ് ഒന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ നല്ലതാന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡാർക്ക് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് എല്ലാവരും ലൈറ്റ് കളേഴ്സാണ് യൂസ് ചെയ്യുള്ളൂ. പിന്നെ സമ്മർ ആയതുകൊണ്ട് ലൈറ്റ് കളേഴ്സാണ് ബെസ്റ്റ് കേട്ടോ. ഇതെല്ലാം കോട്ടൺ കുർത്തീസാണ് കേട്ടോ. ഞാൻ പക്ഷേ ഈ സെക്ഷൻ നോക്കിയില്ല. ഈ ടൈപ്പ് കുർത്തീസ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. ಚಿಕನ್ ಕರಿ ಅಲ್ವಾ? ಸ್ವಲ್ಪ ಜಾಸ್ತಿ. ചിക്കൻ കറി സെക്ഷനിലൊന്നും ഡിസ്കൗണ്ട് ഇല്ല കേട്ടോ. കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം ഞാൻ സെലക്ട് ചെയ്തേ. ജെൻസിന് ഓഫർ പ്രൈസ് ഒന്നും ഇല്ലെന്നാവും അല്ലേ? എവിടെ? ആ നോക്കി നോക്ക, ജെൻസിന് ഓഫർ പ്രൈസ് ഉണ്ട്. ഇത് നോക്കിയേ, കുഞ്ഞു പിള്ളേർക്കുള്ളതാണേ. എന്ത് ക്യൂട്ടാണല്ലേ. ഒരുപാട് പുതിയ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ സ്ഥിരം പറയുന്ന പോലെ സമ്മർ സെയിൽ നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ഓഫർ പ്രൈസ്, ഭയങ്കര കുറഞ്ഞ പ്രൈസിനാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഓടി വന്ന് വാങ്ങിച്ച ഏലാങ്ക ഉള്ളവര്. നൈസ്. കണ്ടോ, ജസ്റ്റ് 250. സോറി, 250 ഇല്ല കേട്ടോ. MRP ആണ് 250. ഓഫർ പ്രൈസ് വരുന്നത് 149 ആണ്. അപ്പോൾ രതിഷേൻ്റെ ഷോപ്പിംഗ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഇടയ്ക്ക് ഇങ്ങനെ കറങ്ങിയോണ്ട് നടക്കുകയാണ് കേട്ടോ ഇതിനകത്ത്. ഇത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചതെല്ലാം ബില്ലിയാണ് കേട്ടോ അവർ. രതിഷേൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് മൊത്തം യെല്ലോ കളർ, കുറച്ച് ഡാർക്ക് കളേഴ്സാണ് കേട്ടോ. എൻ്റെ ബ്ലാക്ക് വട്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അത് രതിഷേണ്ണു എന്നോട് പറഞ്ഞു കേട്ടോ, ഇതെന്താ മക്കൾക്കും നിനക്കും ഒക്കെ ഫുൾ യെല്ലോ ആണല്ലോ എന്ന്. പക്ഷെ എനിക്കെന്താണെന്നറിയില്ല, ഇപ്പം എനിക്കത് മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. അങ്ങനെ ഒരു കിഡിലൻ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീക്കും വരുമായിരുന്നു, ഇത്രയും ഓഫർ ഇവർ തരുവാണെന്നുണ്ടെങ്കിൽ. ഓൺ മൈ വേ എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഈ സെയിം ഷോപ്പിൽ നിന്നാണ് അനികയുടെ ബർത്ത്ഡേ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ചൂട് സഹിക്കാൻ വയ്യ കേട്ടോ, സംഭാരം വേണം. വേർത്ത് കുളിച്ച് എൻ്റെ മേക്കപ്പൊക്കെ പോയി. അതിന് മാത്രം മേക്കപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു BB ക്രീം ഇട്ടേ ഉള്ളൂ. ലിപ്സ്റ്റിക്ക് ഇട്ടുണ്ടായിരുന്നല്ലോ, വാസ്ലിൻ, അതായിട്ടത്. ഹെവി മേക്കപ്പ് പറ്റില്ല ഈ സമയത്ത്. ആകെ വേർത്ത് ഹെവി മേക്കപ്പ് ആയാലൊരു സുഖമില്ല ഈ ചൂടുള്ള സമയത്ത്. എനിക്ക് ചൂട് തീരെ സഹിക്കാൻ പറ്റില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല, ചെറുത് മുതലെയാണ്. അപ്പോൾ ഈ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.